ഈ വീടിൻ്റെ ഡിസൈൻ സ്റ്റേജിൽ ഞാൻ എൻ്റെ ക്ലയൻറ്റായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ലൊക്കേഷന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് ഹേർട്ട് ഓഫ് ദി സിറ്റിയാണ്, ഓൾ അറൗണ്ട് വീടുകളാണ്. എന്നാലും നമ്മുടെ ക്ലയൻറ്റിന് ആവശ്യമുള്ളത് നാച്ചുറലായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. അത് ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈൻ. ഈ അപ്രോച്ച് ഇതിലെങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഞാൻ ബേസിക്കലി ഇതിനൊരു യു ഷേപ്ഡ് അല്ലെങ്കിൽ എൽ ഷേപ്ഡ് പാറ്റേൺ ഈ ഡിസൈനിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇൻറ്റീരിയറിനെയും എക്സ്റ്റീരിയറിൻ്റെ ലാൻഡ്സ്കേപ്പിനെയും ബ്ലെൻഡ് ചെയ്യാനും മാത്രമല്ല നമ്മളെ കണ്ടംപററി അല്ലെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡിസൈൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി വലിയ വിൻഡോസ്, സ്ലൈഡിങ് ഡോർസ് ഇതെല്ലാം കൊടുത്ത് നമ്മൾ വീടിൻ്റെ നാച്ചുറൽ ലൈറ്റിനെ അകത്തേക്ക് കൊണ്ടുവന്ന് ഈ വീടിനെ ഒരു ട്രോപ്പിക്കൽ ലെവൽ വീടാക്കി മാറ്റാനുണ്ടായിരുന്നു. അത് ഡിസൈൻ ചെയ്യുന്നതിന് അപ്പോഴും അങ്ങനെ മോഡേൺ ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, കൂടുതൽ പ്രൊജക്ഷൻ ചെയ്യാതെ ഒരു കണ്ടംപററി വീടായി വന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്കൊന്നും പറ്റാത്ത വിധത്തിലായിരുന്നു ഡിസൈൻ വരുന്നത്. ഇതിന് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ഓവർഹാങ്ഡ് വളരെ സ്ലിം പ്രൊജക്ഷൻസ് കൊടുത്ത് അതിന് മാനേജ് ചെയ്തു ഓൾ അറൗണ്ട്. അത് ഇതിന് ഡിഫറെൻറ്റ് ലുക്ക് കൊടുത്തു. അത് നമ്മുടെ കണ്ടംപററിയോ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ നമുക്ക് ആ ഡിസൈൻ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഈ വീടിൻ്റെ സെൻട്രലായിട്ടൊരു പാറ്റിയോ സ്പേസ് പോലെ യു ഷേപ്ഡ് ഡിസൈൻ വന്നപ്പോൾ ഒരു പാറ്റിയോ സ്പേസ്, ആ ഗാർഡനെ നമുക്ക് ഔട്ട്ഡോർ ഗാർഡനിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി. അതിൽ കൂടുതൽ നമ്മൾ ഗ്രാസ് പേവേഴ്സ് കൊടുത്തു, കൂടുതൽ പ്ലാന്റിങ്സ് ചെയ്തു. ഈ പ്ലാന്റിങ്സ് നമ്മുടെ വീടിനകത്തേക്ക് ആ നാച്ചുറൽ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റി. ഇത് ഫ്ലോറിങ്ങിലും നമുക്ക് വരുത്താൻ പറ്റി. നമ്മൾ നാച്ചുറൽ സ്റ്റോൺസ് ആണ് പുറത്തെല്ലാം ചെയ്തിരിക്കുന്നത്. അടുത്തത് വുഡൻ ഡെക്കിലേക്ക് വന്നു. പിന്നെ വീടിനകത്ത് ഇറ്റാലിയൻ മാർബിൾ ഇട്ടിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺസ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസ്കഷൻ സമയത്ത് ഇതിൻ്റെ ക്ലയൻറ്റിന് കുറച്ചൊക്കെ വുഡൻ എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ടോട്ടൽ തീം ഒരു വുഡൻ എലമെൻറ്റ് ആഡ് ചെയ്തുകൊണ്ടും ഒരു ബെയ്ജിഷ് ഫ്ലോറിങ് വേണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്ത് ഞങ്ങൾ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇതിൻ്റെ ഓണർ തന്നെ ജാഷിദ് മെർമർ ഇറ്റാലിയൻ ഞാനൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. അത് ഞങ്ങൾ കാണുമ്പോൾ ഞാൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് നമുക്കധികം വളരെ ഡിസൈൻ കുറവുള്ളതും പാറ്റേൺസ് കുറവുള്ളതായിട്ടുള്ള ഒരു സുത്തൻ ബേജ് ഡിസൈനായിരുന്നു വേണ്ടത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് ഉടനെ തന്നെ അതെടുത്തു. അത് കൊണ്ടുവന്ന് ഈ ഫ്ലോറിനും ഈ ഡിസൈനിനും വളരെയധികം മാച്ച് ആവാനുണ്ടായിരുന്നു. ഈ വീട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ മോഡേൺ ആർക്കിടെക്ചർ ട്രോപ്പിക്കൽ ആർക്കിടെക്ചറിൻ്റെ ഒരു ബാലൻസ് ആയിരുന്നു. വിത്ത് യൂസിങ് നാച്ചുറൽ മെറ്റീരിയൽസ്, ഈ വാം ലൈറ്റിംഗ്, വാംത്ത് ഫർണിച്ചർ ഡിസൈൻസ്, ഇതെല്ലാം എനിക്കിതിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഓവറോൾ ഒരു അപ്പിയറൻസിൽ ഇതിനൊരു മിനിമലിസ്റ്റിക് എഫക്റ്റ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഈ വീട് ഹാപ്പി ആയതിനും കാരണം അതല്ലേ.